എനിക്കിന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് സാധിക്കാൻ പോകുന്നത്. 5 വർഷം മുമ്പ് ഇത് നടത്താൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം ചെയ്തെങ്കിലും കൊറോണ വന്നതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. ഒരുപക്ഷെ ഇതിങ്ങനെ നടക്കാനായിരിക്കും ദൈവഹിതം. 11-12 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കൂടെ ജിമ്മി വന്നുകൊണ്ടിരുന്ന ഒരു ആൻറ്റിയുടെ വകയായിട്ട് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അത്താഴ കഞ്ഞിയുണ്ട്, അത് കഴിക്കാൻ വരണം എന്ന് പറഞ്ഞിട്ടുള്ള ക്ഷണപ്രകാരമാണ് ഞാൻ ആദ്യമായിട്ട് ഹരിപ്പാട് അത്താഴ പൂജ കണ്ടു തൊഴുന്നത്. അത്താഴ പൂജയ്ക്ക് ശേഷം വടക്കേ ഊട്ടുപുരയിൽ വെച്ചിട്ടുള്ള അത്താഴ കഞ്ഞിയും കഴിച്ചു. അത് പിന്നെ അങ്ങോട്ട് തുടർന്നു എൻ്റെ കല്യാണം വരെ. അത്താഴ കഞ്ഞി കുടിക്കുന്നതല്ല കേട്ടോ, അത്താഴ പൂജ കണ്ടു തൊഴുന്നത്. അന്ന് മുതലുള്ള എൻ്റെ ആഗ്രഹമാണ് എനിക്കും ഇതേപോലെ ഒരു അത്താഴക്കഞ്ഞി നടത്തണമെന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് ഞാൻ പ്രസവത്തിനായിട്ട് നാട്ടിൽ വന്നപ്പോൾ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തെങ്കിലും കൊറോണ കാരണം അന്നൊക്കെ അമ്പലത്തിൽ അത്താഴക്കഞ്ഞി നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇതിൽ എന്നെക്കാളും സന്തോഷം ദുഹിക്കായിരുന്നു കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വിളമ്പി കൊടുക്കാനും എല്ലാം ചെയ്യാനും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ആരാരോ വിളി കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ ആരാരോ വിളിക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു അവന്. അമ്പലവും പരിപാടിയൊക്കെ പിള്ളേർക്ക് പൊതുവേ ബോറിംഗ് ആയതുകൊണ്ട് ചിലപ്പോൾ പോകാം മതിയെന്നും പറഞ്ഞ് ബഹളം വെക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവന് ഭയങ്കര സന്തോഷമായി. ആകെ ഒരു വിഷമം ഉണ്ടായിരുന്നത് വിഷ്ണുവിനും ഡാഡിക്കും മമ്മിക്കും വരാൻ പറ്റിയില്ല. വിഷ്ണുവിന് ഓഫീസിൽ അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരാഴ്ച ഞങ്ങളേക്കാൾ മുൻപേ വിഷ്ണു മലേഷ്യക്ക് തിരിച്ചു പോയിരുന്നു. രാത്രിയിലാണ് അത്താഴക്കഞ്ഞിയും അത്താഴ പൂജയും ഉള്ളത്. അതുകൊണ്ട് ഡാഡിക്കും മമ്മിക്കും ഈ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് മാവേലിക്കര വരെ വണ്ടി ഓടിച്ചു പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവരും വന്നില്ല. ഹര 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 സ്വാമിയേ ഹര 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 സ്വാമിയേ ഹര 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 എല്ലാ ദിവസവും ദീപാരാധനയ്ക്ക് ശേഷം ഭഗവാന് അത്താഴപൂജ നടത്തി കഴിയുമ്പോൾ തന്നെ ഇപ്പുറത്ത് ഊട്ടുപുരയിൽ അത്താഴക്കഞ്ഞി വിളമ്പും. ഇപ്പം കണ്ടത് നേർച്ച ആരാണോ നടത്തുന്നത് അവർ തന്നെ ഭഗവാന്റെ മുൻപിൽ കഞ്ഞി പകർന്നു വെക്കുന്നതാണ്. അതിനുശേഷം 1-2 പേർക്ക് അത്താഴക്കഞ്ഞി നമ്മൾ തന്നെ വിളമ്പി കൊടുക്കാൻ വേണം. അത് കഴിയുമ്പോൾ അവിടെ വിളമ്പി കൊടുക്കാനൊക്കെ ആൾക്കാരുണ്ട്, അവർ കൊടുത്തോളും. കഞ്ഞിയും പയറും അച്ചാറും പപ്പടവും പിന്നെ ഭഗവാന്റെ പായസമാണ് കഞ്ഞിക്ക് കൊടുക്കുന്നത്. ഇന്നത്തെ അത്താഴക്കഞ്ഞിക്ക് ഞങ്ങൾ കുടുംബക്കാർ തന്നെ 2 വണ്ടി ആളുണ്ട്. വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട്. കുഞ്ഞമ്മയും ചിറ്റപ്പനും അമ്മാവിയും മോളും അവളുടെ ഭർത്താവും പിള്ളേരും എല്ലാവരും കൂടെ നല്ല സന്തോഷമായിരുന്നു. എന്തായാലും ഭംഗിയായിട്ട് ആ ഒരു വഴിപാടങ്ങ് നടന്നു. ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും കൂടെ ക്യൂവിൻ്റെ ഏറ്റവും പുറകിൽ ഇടം പിടിച്ചു. ഈ പിള്ളേർ സെറ്റ് തന്നെ ആദ്യമുണ്ട്. ഇപ്പോഴത്തെ തലമുറ, എനിക്ക് മുമ്പുള്ള തലമുറയാണ് ഈ പുറകിലോട്ട് നീണ്ടു നിൽക്കുന്നത് കേട്ടോ. അമ്മാവിയും ചിറ്റപ്പനും കുഞ്ഞമ്മയും അതിൻ്റെ പുറകിൽ നിന്ന് എൻ്റെ ആങ്ങളെയാണ്. കഞ്ഞികൂടി എല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടെ അമ്പലത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണമൊക്കെ വെച്ചു. നല്ല സ്വാദായിട്ടുള്ള കഞ്ഞിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്.